പോലീസുകാരെ ഓടിച്ചിട്ട് ഇടിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസുകാർക്കെതിരെ സംഘടിതമായ ആക്രമണമാണ് നടക്കുന്നത്. ഇതിനു പിന്നിൽ ലഹരി സംഘത്തിന്റെ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും സംശയിക്കുന്നത്. പോലീസിന് എതിരായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ ആക്രമണങ്ങളിൽ പലതിലും ലഹരി സംഘങ്ങളാണ് ഉള്ളത് എന്നതാണ് പോലീസിന്റെ സംശയം വർദ്ധിപ്പിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിരവധി ലഹരി സംഘങ്ങളെയാണ് പോലീസ് പിടികൂടിയത്. കിലോ കണക്കിന് കഞ്ചാവുകളടക്കം പോലീസ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടിച്ചെടുക്കുന്നു. ഇത് സംസ്ഥാനത്ത് വേരുറപ്പിച്ചിട്ടുള്ള ഈ ലഹരി നെറ്റ്വർക്കിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസിനെതിരായി ഇവർ സംഘടിതമായി ആക്രമണം നടത്തുകയാണ്. ഓരോ ജില്ലയിലും പോലീസുകാർക്ക് എതിരായിട്ടുള്ള ആക്രമണം വർദ്ധിക്കുന്നു. കായികമായി നേരിട്ടുകൊണ്ടാണ് ലഹരി മാഫിയ എന്ന് സംശയിക്കുന്നവർ പോലീസുകാരെ ആക്രമിക്കുന്നത്. പാലക്കാട്ടെ ഒരു സംഭവം നമുക്ക് തുടങ്ങി വെക്കാം. അതായത് പാലക്കാട് 3 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് കായികമായി ആക്രമണം നേരിടേണ്ടി വന്നത്. ഹേമാംബിക പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI ആയിട്ടുള്ള സുദർശൻ, ഗ്രേഡ് SI ജോൺ സേവിയർ, CPO രജീഷ് എന്നിവരെയാണ് ഒരു സംഘം ആക്രമിച്ചത്. അതായത് ഈ പോലീസ് സംഘം ലഹരി പരിശോധന നടത്തുന്നതിന് ഇടയിലാണ് ഓർക്കാപ്പുറത്തുള്ള ഈ ആക്രമണം ഉണ്ടായത്. ധോണി കനാൽ റോഡ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഹേമാംബിക നഗർ പോലീസ് പരിശോധന നടത്തിയത്. ഇവിടെ ഒരു വാഹനത്തിൽ മദ്യപിച്ച് എത്തിയ ഒരു സംഘത്തെ പോലീസ് തടഞ്ഞു വെച്ചു. അവരോട് വിവരങ്ങൾ ചോദിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ടാണ് പോലീസുകാരെ ഇവർ ആക്രമിച്ചത്. അതിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മണ്ണാർക്കാട് സ്വദേശികളായിട്ടുള്ള ജിനേഷ്, രഞ്ജിത്ത്, അനീഷ്, പ്രവീൺ എന്നിവരാണ് ഈ പോലീസുകാരെ ആക്രമിച്ച അക്രമി സംഘങ്ങൾ. ഇവർക്കെതിരെ ഇപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു, കേസെടുത്തിരിക്കുകയാണ്. നിരവധി വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി കോഴിക്കോട്ട് തുടരെ പോലീസുകാർക്കെതിരെ ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ ആക്രമണം അഴിച്ചുവിടുന്നു. കോഴിക്കോട് കാൽനടയായി പെട്രോളിംഗ് നടത്തുന്ന സംഘമുണ്ട്. നമുക്കറിയാമല്ലോ, പോലീസുകാർ മഫ്തിയിൽ ആണ് പലപ്പോഴും ഇങ്ങനെ കാൽനടയായി വരുന്നത്. ചിലപ്പോൾ ബൈക്കിൽ പോലീസ് പെട്രോളിംഗ് നടക്കും. അങ്ങനെ പോലീസിന്റെ പല തരത്തിലാണ് പെട്രോളിംഗ് രീതി. ജീപ്പിൽ വരും, അതേപോലെ മഫ്തിയിൽ കാൽനടയായി പോലീസ് സംഘം ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ മഫ്തിയിൽ എത്തിയ കസബ സ്റ്റേഷനിലെ സീനിയർ CPO TK രഞ്ജിത്തിനെതിരെയും CPO അനൂപ് ലാലിനെതിരെയും ആക്രമണമുണ്ടായി. മഫ്തിയിൽ കാൽനടയായി വന്ന രഞ്ജിത്തും അനൂപ് ലാലും ഒരു ഭാഗത്ത് വന്നപ്പോൾ അവിടെ ഒരു സംഘം ഇരുന്ന് മദ്യപിക്കുന്നത് കണ്ടു. അവരെ അപ്പോൾ തന്നെ ഇവരിടപെട്ട് ആ സംഘത്തെ പിരിച്ചുവിട്ടു. അവിടെ നിന്ന് പരസ്യമായി മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒഴിപ്പിച്ചു വിട്ടു, അവരെ പിരിച്ചുവിട്ടു. ഇവർ വീണ്ടും തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ ഒരു 3 മണിക്കൂറിന് ശേഷം TK രഞ്ജിത്തും അതേപോലെ അനൂപ് ലാലും, ഈ 2 പോലീസുകാരും ഇവർ മദ്യപിച്ച സ്ഥലത്ത് 3 മണിക്കൂറിന് ശേഷം വീണ്ടും എത്തി. അപ്പോഴാണ് സംഘടിതമായ ആക്രമണം ഇവർക്ക് നേരെ ഉണ്ടായത്. ക്രൂരമായ ആക്രമണമാണ് ഈ 2 പോലീസുകാർക്ക് നേരെ ഉണ്ടായത്. ഈ മദ്യപ സംഘം ഒരു വാഹനത്തിൽ വന്ന് ഈ 2 പേരെയും ഇടിച്ച് താഴെയിട്ടു. അതിനുശേഷം ഇവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് രഞ്ജിത്തിനെയും അനൂപ് ലാലിനെയും അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ കേസിൽ പിടിയിലായിട്ടുള്ളത് കക്കോടി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഹാഷിമും പഴനി സ്വദേശിയായിട്ടുള്ള വേൽമുരുകനുമാണ്. ഇവർക്കെതിരെയും പോലീസ് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുകയാണ്. ഇതാണ് കോഴിക്കോടുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ആദ്യത്തെ ആക്രമണം. ഇനി കോഴിക്കോട് പന്നിയങ്കര സ്റ്റേഷനിലെ SIക്കെതിരെ വ്യാപകമായ ആക്രമണമുണ്ടായി. പന്നിയങ്കര സ്റ്റേഷൻ SI ആയിട്ടുള്ള അമൽ ജോയിയെ ബൈക്കുമായി കടക്കാൻ ശ്രമിച്ച ഒരു പ്രതിയെ പിടിക്കുന്നതിനിടയിൽ ആ പ്രതി ആക്രമിച്ചു. കല്ലായി സ്വദേശിയായിട്ടുള്ള AT ഷഫീഖാണ് അമൽ ജോയിക്കെതിരായി ആക്രമണം അഴിച്ചുവിട്ടത്. ഇയാളിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത് മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള ട്യൂബുകൾ, അതേപോലെ തന്നെ മയക്കുമരുന്ന് സൂക്ഷിക്കാനുള്ള പോളിത്തീൻ കവറുകൾ, അത് 40ഓളം കവറുകളാണ് ഈ പറയുന്ന പ്രതി AT ഷഫീഖിൽ നിന്നും പിടിച്ചെടുത്തത്. അമൽ ജോയിക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതാണ് കോഴിക്കോട്ടുണ്ടായ 2 അതിക്രമങ്ങൾ. ഇനി കോട്ടയത്തേക്ക് വന്നാൽ അവിടെയും പോലീസിനെതിരെ ഇത്തരത്തിൽ സംഘടിതമായ ആക്രമണമാണ് നടക്കുന്നത്. കോട്ടയം പായിപ്പാട്ട്
ലഹരി ഉണ്ട് എന്ന് സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. പായിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ലഹരി ഉള്ളത് എന്നാണ് പോലീസിന് ലഭിച്ച സൂചന. അങ്ങനെ അവിടേക്ക് പോലീസ് ചെന്നു. അവിടെ ചെന്ന പോലീസിനെ ഈ വീട്ടുടമയായിട്ടുള്ള സൽമാൻ ഖാൻ എന്ന് പറയുന്നയാൾ നായകളെ അഴിച്ചുവിട്ട് പോലീസിനെ കടിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ നായകളിൽ നിന്ന് പോലീസ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സാഹസികമായിട്ടാണ് പോലീസ് ഓടി രക്ഷപ്പെട്ടത്. പക്ഷേ പിന്നീട് പോലീസ് തിരിച്ചു വന്നപ്പോഴേക്കും ഈ സൽമാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. അയാൾ അപ്പോൾ തന്നെ പോലീസിനെ കണ്ടപ്പോൾ നായയെ അഴിച്ചുവിട്ട ശേഷം അയാൾ പിൻവാതിൽ കൂടി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. കൂടുതൽ പോലീസ് സംഘം എത്തി അവിടെ പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് MDMA 7 ഗ്രാം MDMA ആണ് സൽമാൻ ഖാന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചത്. അങ്ങനെ പോലീസിനെ നായയെ വിട്ട് കടിപ്പിക്കാനുള്ള ശ്രമം കോട്ടയം പായിപ്പാട്ട് ഉണ്ടായിരിക്കുകയാണ്. ഇനി മറ്റൊന്ന് എറണാകുളം തൃക്കാക്കരയിലേക്ക് വരാം. അവിടെ മരോട്ടിച്ചോട് ലഹരി വിൽപ്പനയുണ്ട് എന്നറിഞ്ഞ് പോലീസ് അവിടേക്ക് ചെന്നു. തുഫാന്റെ ഭാഗമായിട്ടായിരിക്കണം അങ്ങനെ ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടിയത്. അതിന്റെ ഭാഗമായി പോലീസ് ഈ മരോട്ടിച്ചോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. 2 സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് പോലീസിന് കാണാനായത്. 2 സംഘങ്ങളും തമ്മിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റുമുട്ടിയത്. അങ്ങനെ അവിടുത്തെ സബ് ഇൻസ്പെക്ടറും 5 പോലീസുകാരുമാണ് ഈ മരോട്ടിച്ചോട്ടിലേക്ക് വന്നത്. തൃക്കാക്കരയിലെ SIയും 5 പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഈ ഏറ്റുമുട്ടൽ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥലത്തേക്ക് വന്നത്. അവിടെ വെച്ച് ഈ പ്രതികൾ ഈ 2 കൂട്ടരും ഒന്നിച്ചു ചേർന്നുകൊണ്ട്, അതായത് തമ്മിലടിച്ച 2 സംഘങ്ങൾ തമ്മിൽ പോലീസിനെ കണ്ട് ഒന്നിച്ചതിന് ശേഷം ഒരുമിച്ച് ഈ 2 സംഘങ്ങളോട് ചേർന്നുകൊണ്ട് ഈ ഇൻസ്പെക്ടറെയും 5 പോലീസുകാരെയും മർദ്ദിച്ച് അവശരാക്കി. അങ്ങനെ ഈ കേസിൽ 5 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവർ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ പെടുന്നവരാണ്. അവരവിടെ ഈ പറയുന്ന ലഹരി ഉപയോഗിക്കാനായി സംഘടിച്ചവരാണ്. അവർ നേരത്തെ തന്നെ അവർക്ക് അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവരവിടെ സംഘം ആയിട്ട് ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ തർക്കങ്ങൾ ഉണ്ടായതും അതിന്റെ ഭാഗമായി പോലീസിന് അങ്ങനെ ഒരു സംഘർഷം നടക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞതും. അങ്ങനെ അറിഞ്ഞെത്തിയ ഇൻസ്പെക്ടറെ അടക്കമുള്ള പോലീസുകാരെയാണ് അവിടെ ആക്രമിച്ചത്. ചുരുക്കത്തിൽ ഈ ലഹരി സംഘങ്ങൾക്കെതിരെ പോകുന്ന പോലീസുകാരെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്യമായ ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി വിൽപ്പന സംഘത്തിന്റെ കൃത്യമായ ആസൂത്രണമോ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. അങ്ങനെയെങ്കിൽ അത് ഓപ്പറേഷൻ തൂഫാനെ തകർക്കാനുള്ള ഒരു സംഘടിത നീക്കമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ പല ജില്ലകളിലും ഇങ്ങനെ പോലീസിനെതിരെ ലഹരി സംഘങ്ങൾ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധികേന്ദ്രമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത്. ചുരുക്കത്തിൽ ലഹരികൾക്കെതിരെ തൂഫാൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും വലിയ ഒരു ഓപ്പറേഷനെതിരെ കേരള ജനത ഒന്നടങ്കം അണിനിരന്നിരിക്കുന്ന ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന UDF സർക്കാരിന്റെ ഏറ്റവും ഗ്ലാമർ ഇനമായ, പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഒരു ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയധികം മയക്കുമരുന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഓപ്പറേഷൻ തൂഫാനെ തകർക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായ നീക്കം ലഹരി സംഘങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നെറ്റ്വർക്കിനെ തകർക്കുക എന്നുള്ളതായിരിക്കും പോലീസിന്റെ അടുത്ത ലക്ഷ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.